വലിയ ചൂരയാണ് കിട്ടിയത്. ഈ ചൂര മീൻ കുറേ ദിവസമായി ഇങ്ങനെ നല്ല മീൻ കിട്ടിയിട്ട് നല്ല മീനെന്ന് പറഞ്ഞിട്ടാണ് അയാൾ തന്നത്. അപ്പം ഞാൻ ഈ ചൂര മീൻ കറി വയ്ക്കണമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. തേങ്ങ ഇതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ കറുത്ത പുളിയും ചെറിയ ഒരു വെള്ള നിറത്തിലുള്ള പുളിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയ്ക്ക് ഞാൻ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്, കറുത്ത പുളി. അല്ലെങ്കിൽ ഒരുമാതിരത്തെ നിറമായിരിക്കും. പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള നാടൻ കരിവേപ്പില കണ്ട, ഇതൊക്കെ ഇവിടെ ഉള്ള കരിവേപ്പിലയാണ്. പിന്നെ ഇപ്പം ഈ മുളക് വേണമെങ്കിലും ഇടാം, ഇപ്പം ഈ മുളക് വേണമെങ്കിലും ഇടാം. കണ്ട, ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ള മുളകാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഈ മുളകിൻ്റെ ഒക്കെ വിത്ത് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ കാണണം. ഇപ്പോൾ ഇതും ഇടാം, ഇതും ഇടാം. എനിക്കിതിട്ട് വയ്ക്കുന്നതാണ് ഇഷ്ടം. അരപ്പ് ഞാനിവിടെ തയ്യാറായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ മുന്നേ ഞാൻ കുറച്ച് പൊരിക്കാനായിട്ടുള്ള കഷ്ണങ്ങൾ മാറ്റി വെച്ചേക്കുന്നത് ഇവിടെ ഇരിക്കട്ടെ. പൊരിക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചു. ഇതൊക്കെ ചേർക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ച സാധനങ്ങളാണ്. മുരിങ്ങയ്ക്ക വേണമെങ്കിൽ ചേർക്കാം, എനിക്കിഷ്ടമല്ല എപ്പോഴും ചേർക്കുന്നത്, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. മാങ്ങയുണ്ട്, തക്കാളി, ഈ മുളക് ഞാൻ ചേർക്കുന്നു. ഇത് പിന്നീട് അവസാനം തോന്നണമെങ്കിൽ മാത്രം ചേർക്കും. അരപ്പൊക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഇതിലിപ്പോൾ എരിയും പുളിയും എല്ലാം ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പഴുത്ത ഒരു കരിപ്പച്ചോളം മാത്രമേ ചേർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു മുളക്, നീളമുളകാണ്, അത് ഒരുപാട് വിളഞ്ഞതല്ല, അതുകൊണ്ട് ഒരെണ്ണം അതും കൂടെ ഇടാൻ പോകും. ചിലപ്പോൾ ഈ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെ ഈ തിരുവനന്തപുരംകാർക്ക് ചിലർക്ക് ഇഷ്ടമല്ല ഇത് ഇടുന്നത്, പക്ഷെ ഞാനിത് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് ചേർത്തിട്ട് മീൻ അടുപ്പിൽ വെക്കാൻ പോവുകയാണേ. എൻ്റെ മീൻ കറി ഉണ്ടായി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല തിളച്ചിട്ട് ഒന്നും ആയിട്ടില്ല, അത് ഇങ്ങനെ നല്ല തിളച്ചിട്ട് നല്ല നെയ്യ് തെളിഞ്ഞതിന് ശേഷം അത് ഇറക്കുള്ളൂ. കണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാകുന്നത്. നെയ്യൊക്കെ തെളിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണേ. നല്ല നാടൻ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു മീൻ കറിയാണ്. നല്ല മീൻ കറി, ചൂരക്കറി. അപ്പോൾ ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം.